ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മൊബൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. യൂട്യൂബിലെ പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേറ്റുകൾ ക്രൈറ്റീരിയ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ഒന്നും ആവാത്ത എന്നെപ്പോലുള്ള ചാനലുകളൊക്കെ 8ൻ്റെ പണി തന്നെയാണ്. 8ൻ്റെ അല്ല 18ൻ്റെ പണിയെന്ന് തന്നെ പറയാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കിയാലോ. സോ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുന്നേ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഷോർട്ട് വീഡിയോയ്ക്ക് 10 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനിയുള്ളത് 4000 വാച്ച് അവർ എന്നുള്ളത് 8000 വാച്ച് അവറായിട്ടും 10 മില്യൺ വ്യൂസ് ഷോർട്ട് വീഡിയോക്കുള്ള വ്യൂസ് 20 മില്യൺ വ്യൂസും ആയിട്ടും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും അങ്ങനെയാണ് പറയുന്നത്. ബട്ട് നിലവിൽ ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് തുടങ്ങുന്നത് 2027 ഫെബ്രുവരി 1 തൊട്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഇനി വെറും 6 മാസം മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ എന്നെപ്പോലെ മോണിറ്റൈസേഷൻ ആവാത്തവർക്കാണ് ഇനി 6 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 8ൻ്റെ പണി തന്നെ, 8ൻ്റെ 18ൻ്റെ പണി തന്നെ പറയാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ യൂട്യൂബിൽ മെച്ചമുള്ളൂ. സത്യം പറഞ്ഞാൽ യൂട്യൂബ് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ബാക്കപ്പ് ആയിട്ടുള്ള ജോലിക്ക് പോകേണ്ടി വരും ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് യൂട്യൂബ് തുടങ്ങും, അപ്പോൾ തന്നെ എന്തെങ്കിലും ക്രൈറ്റീരിയ മാറ്റം വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ മുന്നേ ഒരു 3 കൊല്ലം മുമ്പേ എനിക്കൊരു ഹെംലൂസ് വേൾഡ് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. അത് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിക്ക് 1K സബ്സ്ക്രൈബ് ആവാനായിട്ട് സമയത്ത് എനിക്ക് മോണിറ്റൈസേഷനൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത്. പക്ഷേ എനിക്കത് മോണിറ്റൈസേഷൻ തന്നില്ല. അപ്പോഴത്തെ എൻ്റെ ചാനലത് പോയി. എന്നോട് പറഞ്ഞാൽ എനിക്ക് മ്യൂസിക്കിൽ എന്തൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ആയി എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഞാൻ ഏകദേശം 1 കൊല്ലത്തിനടുത്ത് ഞാൻ അതിന് ഇങ്ങനെ വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് 3-4 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ 1.5 മാസമായിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഒറ്റൊരു വീഡിയോസ് പോലും ഞാൻ ദിവസം പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. എങ്ങനെയായാലും ഞാൻ ഓഫീസിൽ പോയാലും എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് 2 നേരം വെച്ചിട്ടാണ് വീഡിയോസ് ഇടലുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇനി ഇത് മുന്നോട്ട് പോവുമോ, ഇനി ഇത് തുടങ്ങണോ, ഇത് മുന്നോട്ട് തുടരണോന്നൊക്കെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ദിവസത്തിൽ ഒരു വീഡിയോ കിട്ടണുള്ളൂ. എനിക്കെന്തോ ഇത് എന്നെക്കൊണ്ട് കഴിയോ ഇങ്ങനെ. ഇനി സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. കാരണം 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും ഇനി മുതൽ 6 മാസത്തിനുള്ളിൽ നടക്കാം. സോറി, നല്ല നോയ്സാണ് പുറത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ആയാലേ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ നിങ്ങളാണ് എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇനി നിങ്ങളാണ് സപ്പോർട്ടാക്കേണ്ടത്. 4000 വാച്ച് അവർ ആവണം, 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൽ ഞാനൊരു ഗിവ് അവേ ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു 500 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എനിക്ക് ആക്കി തരികയാണെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ ഗിവ് അവേ ഞാൻ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 500 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു 2 പേർക്ക് ഞാൻ 500 വെച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എനിക്ക് 500 സബ്സ്ക്രൈബ് ആക്കാൻ ആദ്യം ദുആ ചെയ്യുക. എന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. അപ്പോൾ ഞാൻ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ പറയും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എന്തൊക്കെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.